ഹലോ, ഞാൻ ഇന്ന് കുമ്പളങ്ങ, അതായത് ആഷ് ഗോഡ് എന്ന് പറയുന്ന കുമ്പളങ്ങ കൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയാണ്, അധികം ഇല്ല, ഒരു 1/4 ഭാഗം കുമ്പളങ്ങ. ഇത്ര കനം കുറച്ചാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെന്ത് വരുമ്പോൾ നമുക്കത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒന്ന് ഉടയ്ക്കും. പിന്നെ അതിനായിട്ട് 1 കപ്പ് തേങ്ങയുടെ കൂടെ ജീരകം, 3 ചുമന്നുള്ളി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും. ഇത് നമ്മൾ തൈര് ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത്രയും തൈരും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് തൈരുണ്ട്. പിന്നെ കടുക് വറുക്കാൻ വേണ്ടി ഒരു ഉള്ളി അരിഞ്ഞും വെച്ചിട്ടുണ്ട്. പിന്നെ കരിവേപ്പിലയുണ്ട്, വറ്റൽമുളകും ഇതുമൊക്കെ നമ്മുടെ മസാലയിൽ നിന്ന് എടുക്കും. അത് കടുകും ഇടും, ഉലുവയും ഇടും. നമുക്ക് ഉണ്ടാക്കാം. ആദ്യമായിട്ട് ഈ വെള്ളരിക്കയും ഇതിൻ്റെ കൂടെ ഞാൻ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, 2 കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ പാത്രത്തിലോട്ട് ഇട്ടു. അപ്പോൾ കുമ്പളങ്ങയിൽ നമുക്കറിയാം, കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ അതിന് നല്ല ഗുണഗണങ്ങളുള്ള സാധനമാണ്. ഒന്നാമത് ഇത് ടോക്സിൻസ് ഒക്കെ കളഞ്ഞ് നമുക്ക് നല്ല എനർജിയൊക്കെ തരുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്ന് വെച്ചാൽ കുമ്പളങ്ങ നിറച്ച് വെള്ളമുണ്ട്. ഇത് വേകാൻ വേണ്ടി കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടും. ഇതിനകത്ത് 2 പച്ചമുളക് കീറി ഇട്ടിട്ടുമുണ്ട്, 2 കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമുക്ക് ഇതൊന്ന് വേകാൻ വയ്ക്കാം. ഇത് വേകുന്ന സമയത്ത് നമുക്ക് അരപ്പ് നല്ലപോലെ അരയണം. മൂടി വെച്ച് അരച്ച് നമ്മുടെ കുമ്പളങ്ങയൊക്കെ നല്ലപോലെ വെന്തു. ഈ സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പിടും. പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. നല്ലപോലെ അരയണം. അത് ഇതിലോട്ട് നമുക്ക് ചേർക്കാം. അരപ്പിൽ നമ്മൾ ജീരകവും ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 3 ചുമന്നുള്ളിയും ചേർത്തിട്ടുണ്ട്. അപ്പം നല്ലപോലെ അരപ്പൊക്കെ ഇതായിട്ട് ഇളയൊക്കെ വന്ന് ഈ സമയത്ത് നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചുകൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഇതിലോട്ട് ചേർക്കും. ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ അങ്ങ് തീ ഓഫ് ചെയ്യണം. അങ്ങനെ ഒരു കടുക് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, ഇച്ചിരി വെളിച്ചെണ്ണയായിട്ട്. നമ്മളിതിൽ കടുകും ഉലുവായും ഇടണം. കടുകും 1 സ്പൂണ് ഉലുവായും ഇതിലിടും. കരിവേപ്പിലയും നമ്മുടെ 2 വറ്റൽമുളകും വറ്റൽമുളകും ഇതിലോട്ട് ചേർത്തു. നമ്മുടെ കറിയൊക്കെ റെഡിയായി. നമ്മുടെ കുമ്പളങ്ങ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ കുമ്പളങ്ങയ്ക്ക് കുഷ്മാണ്ഡം എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. കുഷ്മാണ്ഡം ആയുർവേദത്തിലുമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ്. ജ്യൂസ്, കുമ്പളങ്ങ ജ്യൂസൊക്കെ എല്ലാവരും ദിവസവും കുടിച്ചാൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് ആയുർവേദ ഡോക്ടർമാരൊക്കെ പറയുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.